കൊടുക്കുമാറാവട്ടെ. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്ന അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട 2 ഇസ്മുകളാണ്. ഈ ഇസ്മുകളെക്കുറിച്ച് നമ്മൾ ഇതിൻ്റെ മുമ്പ് മറ്റു ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് ചൊല്ലിയാലുള്ള ഇതിൻ്റെ മഹത്വങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുപോലെ ഈ 2 ഇസ്മ എന്തിനു വേണ്ടിയാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ മക്കൾ SLC പരീക്ഷയാണ് നമുക്ക് കുട്ടികൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളിൽ +2, +1, 10ാം ക്ലാസ്സൊക്കെ പരീക്ഷകൾ നടക്കാനിരിക്കുകയാണ്. അങ്ങനത്തെ കുട്ടികൾ, അതുപോലെ മദ്രസയിൽ പഠിക്കുന്ന, പൊതുപരീക്ഷ എഴുതാൻ ഇരിക്കുന്ന, കൊല്ലപ്പരീക്ഷ ഒക്കെ എഴുതാൻ നിൽക്കുന്ന മദ്രസയിലെ വിദ്യാർത്ഥികൾ, പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളും അതുപോലെ കൊല്ലപ്പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ സ്കൂളിലെ പരീക്ഷകളൊക്കെ എഴുതാൻ വേണ്ടി നിൽക്കുന്നവരാണ്. അവർക്കൊക്കെ പഠിക്കാനുള്ള താല്പര്യക്കുറവ് കാണാം. പല രക്ഷിതാക്കളും വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കുട്ടികൾ പഠിക്കുന്നില്ല, പഠിക്കാൻ താല്പര്യമില്ല. അതുപോലെ ഇവിടെ വന്നുകൊണ്ട് പറയാറുണ്ട്, SLC പരീക്ഷയാണ്, മദ്രസയിൽ പൊതുപരീക്ഷയാണ് വരുന്നത്, കുട്ടികൾ മോനൊന്നും പഠിക്കുന്നില്ല, അല്ലെങ്കിൽ മകളൊന്നും പഠിക്കാനുള്ള താല്പര്യമില്ല, മൊബൈലും ഒക്കെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഒന്ന് പറഞ്ഞാൽ ഒന്നിനും താല്പര്യമില്ല എന്ന് പറയുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. അവർക്ക് വേണ്ടി, ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള ദിക്റാണ്, ഇസ്മാണ് എന്ന് പറഞ്ഞു തരുന്നത്. ഈ ഇസ്മ കുട്ടികൾക്ക് ചൊല്ലാൻ കഴിയുന്ന കുട്ടികൾ ചൊല്ലുക, അല്ലാത്ത കുട്ടികൾക്ക് ചൊല്ലിക്കൊണ്ട് മന്ത്രിച്ചു കൊടുക്കുക. ഇത് രണ്ടും ചെയ്യാം. ഇത് ചൊല്ലാൻ കഴിയുന്ന കുട്ടികളാണെങ്കിൽ അവരെ കൊണ്ട് തന്നെ ഈ ഇസ്മുകൾ ചൊല്ലിക്കുക. അല്ലാത്ത ചൊല്ലാൻ അറിയാത്ത കുട്ടികളാണെങ്കിൽ അവരൊക്കെ രക്ഷിതാക്കൾ മന്ത്രിച്ച് അവരുടെ തലയിൽ ഊതിക്കൊടുക്കുക. യാ സമീഉ യാ അല്ലാഹ്, യാ ബസീറു യാ അല്ലാഹ് എന്ന ഈ 2 ഇസ്മുകളാണ്. യാ സമീഉ യാ അല്ലാഹ്, യാ ബസീറു യാ അല്ലാഹ് എന്നുള്ള ഈ 2 ഇസ്മുകൾ 100 തവണ ചൊല്ലുക. ഓരോ ഇസ്മും 100 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. നമ്മുടെ പഠനത്തിന് താല്പര്യമുണ്ടാവാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മാതാപിതാക്കൾക്കും ഇത് ചൊല്ലിക്കൊണ്ട്